അറിയാതെന്ന് പറയാൻ പറ്റില്ല. സ്വാഭാവികമായിട്ടൊരു നടക്കുന്ന കാര്യം. എല്ലാ വീട്ടിലെ അമ്മമാർക്ക് മാത്രം ഉണ്ടല്ലോ എല്ലാവരുടെയും ചെരുപ്പിട്ടുകൊണ്ട് നടക്കാം. അതിപ്പോൾ പുറത്ത് കൊണ്ടുപോകുന്നതാണോ ഉള്ളിലിടുന്നതാണോ ഒന്നും നോക്കിയാലോ കേട്ടോ. അതെന്താണെന്ന് അറിയത്തില്ല. അത് അമ്മമാർക്ക് മാത്രം കിട്ടിക്കുന്നൊരു സ്വാതന്ത്ര്യം തന്നെയാണ്. എന്തായാലും രാവിലെ അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാര്യമായിട്ടൊന്നും ചെടിക്ക് അതിറങ്ങി വലിയ പണിക്കൊന്നും പോയില്ല. പുഴുശല്യം ഉണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കി, അത്രയൊക്കെ തന്നെയേ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ജാതിക്ക പറിക്കാനുണ്ടായിരുന്നത് ജാതിക്ക പറിക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അത്യാവശ്യം നല്ല പോലെ മഴയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ചൊക്കെ നനയുകയൊക്കെ ചെയ്തു. എന്നാൽ പിന്നെ രാവിലെ തന്നെ ഒരു കുളിയൊക്കെ അങ്ങ് പാസ്സാക്കി എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ദേ വരുന്നു ഒരു 11 മണിയായപ്പോൾ നല്ല സുന്ദരനായ വെയിൽ. പിന്നെ ഒന്നും നോക്കിയില്ല. പിന്നെ ബാക്കിയുള്ള തുണിയൊക്കെ മുറ്റത്തിട്ടേച്ച് പിന്നെ ഇവരെ ഒന്ന് അഴിച്ചുപിടിയിലും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ. ലവ് ബേഡ്സിനെ അല്ല കേട്ടോ, അവരെ അഴിച്ചുപിടിയില്ല. അവർക്ക് ഞാൻ ഇച്ചിരി തീറ്റ കഴിഞ്ഞ ദിവസം കൊടുക്കുന്നത് മറന്നു പോയായിരുന്നു. അന്നേരം പിന്നെ അവർക്കുള്ള തീറ്റയും കൊടുത്തേച്ചിട്ട് പിന്നെ ഞാൻ പ്രാവക്കുട്ടന്മാരെയൊക്കെ അഴിച്ചു വിട്ടു കേട്ടോ. വെയിലത്തെ അവരെ അഴിച്ചു കൊടുത്തുള്ളൂ, മഴയാണെങ്കിൽ അഴിച്ചു വിടത്തില്ല, മേലൊക്കെ നനഞ്ഞിരിക്കുകയല്ലേ. അതുകൊണ്ട് തന്നെ കൂട് ക്ലീൻ എല്ലാ ദിവസവും ആക്കി കൊടുക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. കാരണം വലയിലല്ലല്ലോ. അതുകൊണ്ട് തന്നെ പലകയിലായതുകൊണ്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് ക്ലീനിങ് ഒക്കെ നടത്തണം കേട്ടോ. എന്തായാലും ഇവരെ അഴിച്ചുവിട്ടാൽ നോക്കിക്കൊണ്ട് ഒരാൾ നിൽക്കണം. എന്നാൽ പിന്നെ ജാതിപത്രിയും കൂടി വെയിൽ കൊള്ളട്ടെ എന്ന് ഓർത്ത് വെയിലത്തിറക്കി വെച്ചതാണ്. അന്നേരമാണ് ഞാൻ ഓർത്ത് 19 കഴിഞ്ഞ ദിവസം ഞാൻ മരുന്നടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ ഞായറാഴ്ച മഴയായതുകൊണ്ട് തന്നെ അന്ന് അടിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നലെയായിരുന്നു അടിച്ചത്. അന്നേരം പാത്രമൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കണമായിരുന്നു. വെള്ളമായതുകൊണ്ട് തന്നെ ഒരു ചെറിയ പൊട്ടോ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വൃത്തികേടായിട്ടിരിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ മഴയത്തെ എല്ലാ പരിപാടിയും അങ്ങ് നടത്തി വെച്ച് കമത്തി വെച്ചേക്കുമായിരുന്നു. അങ്ങനെ അതും ഒന്ന് പോട്ടിലൊക്കെ ആക്കി വെച്ചേക്കാമെന്ന് ഓർത്ത്. ഹാങ് ബോർഡർ എടുക്കാൻ എന്നും മടിയാണ്. അതുകൊണ്ട് ആഴ്ചയിലാഴ്ച അതിന് മരുന്നടി കുറവാട്ടോ. ഈ നിലത്ത് നിൽക്കുന്നതിന് മരുന്നടിക്കുന്നതുകൊണ്ട് തന്നെ അത് അത്യാവശ്യം നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഹാങ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് ഇറക്കി അതിൻ്റെ അകത്തൊക്കെ മാറ്റി അത് കഴിഞ്ഞ് വെച്ച് പിന്നെ മരുന്നടിച്ച് അത് ഇനി പിറ്റേ ദിവസം ഒന്ന് നനച്ചു കൊടുത്തോ ഒക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ള പണിയാണല്ലോ. അതുകൊണ്ട് തന്നെ മടിയുള്ള ദിവസം ചെയ്യത്തുമില്ല കേട്ടോ. എന്തായാലും അതൊക്കെ ഒന്ന് നല്ല വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നെ മഴ വരുന്നത് കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം അടുത്ത പരിപാടിയും കൊണ്ട് ഇറങ്ങി കേട്ടോ. ഇനിയിപ്പോൾ നേരം കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം വെയിൽ കിട്ടിയത് വെറുതെ ആയിപ്പോവും. ജാതിപത്രിയൊക്കെ നനഞ്ഞു പോയി. ചെടികൾക്ക് അടിക്കുന്ന മരുന്ന് ഏതാണെന്ന് അറിയത്തില്ലെങ്കിൽ ചോദിച്ചാൽ മതി, പറയാവേ.